കോർപ്പറേഷൻ്റെ പരിധിക്ക് അകത്ത് നിന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇവിടെ വന്ന് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻസികളുമായി ചേർന്നിട്ട് സമൂഹത്തിലെ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ഉന്നമനം ലക്ഷ്യം വെച്ചുകൊണ്ട് പുതിയ കോഴ്സുകളൊക്കെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുവാനും അതിനുശേഷം വിവിധ കമ്പനികളുമായിട്ട് 2 IT കമ്പനികളുമായിട്ട് ഞാൻ സംസാരിച്ചു കഴിഞ്ഞു. തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ പരിധിയിൽ തന്നെ 800 IT സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നു. 80,000-ഓളം ജീവനക്കാരാണ് ഈ സ്ഥാപനങ്ങളിലായിട്ട് വർക്ക് ചെയ്യുന്നത്. ഇത് 2 സ്ഥാപനങ്ങളുമായിട്ടും അതോടൊപ്പം തന്നെ അവരുടെ ഒരു ഓർഗനൈസേഷൻ ഉണ്ട്, അവരുമായിട്ടൊക്കെ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് മെച്ചപ്പെട്ട തൊഴിൽ അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ ലഭിക്കുക എന്നുള്ള നടപടികളിലേക്ക് കൂടി നമുക്ക് പോകേണ്ടതായിട്ടുണ്ട്. ഇതിനെ തുടർന്ന് വരാൻ പോകുന്ന ദിവസങ്ങൾ അത്തരത്തിലുള്ള ചർച്ചകൾ സജീവമാക്കും. ഭാവിയിൽ തിരുവനന്തപുരം രാജ്യമല്ല ലോകം തന്നെ ശ്രദ്ധിക്കുന്ന ഒരു IT കേന്ദ്രമാക്കി മാറ്റണം എന്നുള്ള സ്വപ്നം മുൻനിർത്തിക്കൊണ്ടാണ് ഈ ഭരണസമിതി മുന്നോട്ട് പോകുന്നത്. ഞാൻ ബഹുമാനപ്പെട്ട ശ്രീ PK കുഞ്ഞാലിക്കുട്ടി സംസ്ഥാന IT ഉപമന്ത്രിയുമായിട്ട് കഴിഞ്ഞ സംസാരിച്ചത് അദ്ദേഹമൊക്കെ തന്നെ വളരെ വലിയ സ്വപ്നങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. സംസ്ഥാന കേന്ദ്ര സർക്കാരുമായി സംസാരിച്ചുകൊണ്ട് ചർച്ച നടത്തിക്കൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമുക്ക് നമ്മുടെ കുട്ടികളെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചു ഉയർത്തുവാനുള്ള നിരവധി പദ്ധതികൾ നിങ്ങൾക്ക് ആസൂത്രണം ചെയ്യുന്നുണ്ട്. വർഷങ്ങളായിട്ട് ഇവിടെ നടക്കുന്ന HRDCയുടെ ഈ പദ്ധതിക്ക് ഞാൻ എല്ലാവിധ പിന്തുണയും പിൻബലവും നൽകുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കുട്ടികളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അതോടൊപ്പം തന്നെ നിരവധി ദുരന്തങ്ങളും അതിജീവിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വിഭാഗം ജനതയാണ് മത്സ്യത്തൊഴിലാളി മേഖലയിൽ, കടലോര മേഖലയിൽ പ്രവർത്തിക്കുന്നത്. പ്രകൃതിയിൽ ഇപ്പോൾ വേനൽ വന്നാലും മഴ വന്നാലും ഒക്കെ തന്നെ മത്സ്യത്തൊഴിലാളികൾ പലപ്പോഴും ദുരിതക്കയത്തിലാണ്. എന്നാൽ അവരുടെ കുട്ടികൾക്ക് നന്നായിട്ട് പഠിക്കാനുള്ള കഴിവൊക്കെ ഉണ്ട്. അത് മെച്ചപ്പെടണമെങ്കിൽ അവർക്ക് സമൂഹത്തും കൈത്താങ്ങായി മാറണം, സഹായിക്കണം. ആ കുട്ടികൾക്ക്, മത്സ്യത്തൊഴിലാളി കുട്ടികൾക്കും SC കമ്മ്യൂണിറ്റിയുള്ള കുട്ടികൾക്കുമൊക്കെ തന്നെ ഇന്നിവിടെ ലാപ്ടോപ്പ് വിതരണം ചെയ്യുന്നുണ്ട്. ഞാൻ പ്രത്യേക ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. കുട്ടികൾക്ക് ലാപ്ടോപ്പ് കോർപ്പറേഷൻ കൊടുക്കുമ്പോഴേക്കും അത് കൃത്യമായിട്ട് നല്ല നിലവാരം പുലർത്തുന്ന ലാപ്ടോപ്പ് മാത്രമേ കൊടുക്കാൻ പാടുകയുള്ളൂ. അവർ കൊണ്ടുപോയി കുറച്ച് ദിവസം വർക്ക് ചെയ്യുമ്പോഴേക്കും കംപ്ലയിൻറ്റ് വന്നിട്ട് അവർക്കും ഗുണമില്ല, നാടിന് ഗുണമില്ല, അത് പിന്നെ അവർക്കും ബാധ്യതയായിട്ട് മാറി സർക്കാരിൻ്റെ പൈസ നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് പോകരുതെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും ഞാൻ ഉദ്യോഗസ്ഥരെ ഇവിടെ ചോദിച്ച് ചെക്ക് ചെയ്തിട്ടുണ്ട്. അവരിൽ നിന്നും നല്ല ആത്മവിശ്വാസമാണ് പ്രകടിപ്പിച്ചിരിക്കുന്നത്. IT ഓഫീസർ ഇവിടെ ഉണ്ട്. ഞാൻ അവരോട് ചോദിച്ചിട്ടാണ് ഇതിലേക്ക് കടക്കുന്നത്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള പരിശ്രമം നമ്മൾ നടത്തും. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പറഞ്ഞു, ഇന്ന് രാവിലെ തിരുവനന്തപുരം സിറ്റിയിലെ 5000 കുട്ടികൾക്കാണ് ഞങ്ങൾ പഠനോപകരണം കൊടുത്തത്. ഒരു ബാഗും ബുക്കും ഒക്കെ ഉൾപ്പെടുന്ന വാട്ടർ ബോട്ടിൽ, ഇൻസ്ട്രുമെൻറ്റ് ബോക്സൊക്കെ ഉൾപ്പെടുന്ന കിറ്റ് 5000 കുട്ടികൾക്ക് സ്കൂളിൽ നിന്നും കിട്ടിയ ലിസ്റ്റ് അനുസരിച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പരമാവധി നമ്മുടെ കുട്ടികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർ സമൂഹത്തിനെ അസറ്റാക്കി മാറ്റുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നല്ല മഴയുണ്ട്. അപ്പോൾ ഇന്ന് ഇവിടെ നിന്ന് പഠിച്ച് പുറത്തിറങ്ങുന്ന കുട്ടികൾക്ക് എല്ലാവിധ ആശംസയും അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് ലാപ്ടോപ്പ് കിട്ടുന്ന കുട്ടികൾ സമൂഹമാണ് നിങ്ങൾക്ക് തരുന്നത്. സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഒരുപാട് ഉത്തരവാദിത്ത സമൂഹത്തോടുണ്ട്. നിങ്ങൾ പഠിച്ച് മിടുമിടുക്കരായിട്ട് ഏറ്റവും നല്ല തരത്തിൽ നിങ്ങളുടെ കുടുംബത്തെയും സമൂഹത്തെയും സഹായിക്കുവാനും വ്യക്തികളായ ജീവിതത്തിൽ ഉന്നതിയിലേക്ക് എത്തുവാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഉദ്ഘാടനം നടത്തിയാൽ പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.